മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചത് രക്തസ്രാവം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ. മലപ്പുറം പോലീസിന് റിപ്പോർട്ട് കൈമാറും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? അമിതമായ രക്തസ്രാവം മൂലമാണ് യുവതി മരിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൃത്യമായി തന്നെ മരണകാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അവിടെ വീട്ടിലെ പ്രസവം യുവതി രക്തം വാർന്നാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. 35-കാരി 5ാം പ്രസവത്തിലായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. മതിയായ പരിചരണം നൽകിയിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു എന്ന കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു എങ്കിൽ അടക്കം ഇത്തരമൊരു സംഭവം മരണത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വീട്ടിലുള്ള പ്രസവം നടത്തിയതാണ് ഇങ്ങനെ മരണത്തിലേക്ക് നയിച്ചത്, യുവതിയുടെ മരണത്തിന് കാരണമായത് എന്ന കാര്യം തന്നെയാണ്. അത് രക്തം വാർന്നാണ് മരണമുണ്ടായത് എന്ന കാര്യം കൂടി ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതിനിടെ അസ്മയുടെ ഭർത്താവിനെ പോലീസ് കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാൾ ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനിടയിലാണ് ഇവിടെ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇത് മരണം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പെരുമ്പാവൂർ പോലീസ് കടന്നിരുന്നു. ഈ കേസ് പിന്നീട് മലപ്പുറത്തേക്ക് കൈമാറുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് ഇപ്പോൾ സംസ്കാര നടപടികൾ പൂർത്തിയാകുന്നത്. നവജാത ശിശു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുക്കൾക്കുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. കുഞ്ഞിന് ചെറിയ തോതിൽ അണുബാധയുണ്ട് എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നത് തന്നെയാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ ശനിയാഴ്ച വൈകിട്ടാണ് മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. തുടർന്ന് പോലീസിനെയോ ആരോഗ്യവകുപ്പിനെയോ ഭർത്താവ് സിറാജിനെ അറിയിച്ചിരുന്നില്ല. അയാൾ ചില മന്ത്രവാദവും മറ്റ് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെയായി ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എപ്പോഴായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുടെ മരണകാരണം രക്തം വാർന്നാണ് എന്നത് വ്യക്തമായിരിക്കുന്നു. അതായത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലുണ്ടായ ഒരു വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് പ്രധാനമായും വെളിച്ചം വീശുന്നത്. മതിയായ ഒരു ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നു എങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു. അതിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നടക്കമുള്ള വീഴ്ചകളിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാരണങ്ങളിലേക്ക് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറും. നേരത്തെ അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് മലപ്പുറം പോലീസിന് കൈമാറി. ഇതോടൊപ്പം തന്നെ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘം ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വിശദമായി ചോദ്യം ചെയ്യുക അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഒരു കുഞ്ഞിൻ സുഖം പ്രാപിച്ചു വരുന്നു. ഈ യുവതിയുടെ കുഞ്ഞ് ഇപ്പോൾ ചികിത്സയിലാണെന്നുള്ളത്. ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു എന്നൊരു വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നവജാത ശിശുക്കൾക്കുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുഞ്ഞുള്ളത്. കുഞ്ഞിന് ചെറിയ തോതിൽ അണുബാധയുണ്ട് എന്നൊരു വിവരമുണ്ട്. എന്നാൽ ആശങ്ക ജനിപ്പിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അസ്മ ശനിയാഴ്ച പെരുമ്പാവൂർ സ്വദേശിനിയാണ്. ശനിയാഴ്ച വൈകിട്ടാണ് അസ്മയുടെ മരണം സംഭവിക്കുന്നത്. വീട്ടിൽ തന്നെ പ്രസവം നടക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സ കിട്ടാതെയാണ് യുവതിയുടെ മരണമെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആരോഗ്യവകുപ്പിനെയോ പോലീസിനെയോ അറിയിക്കാതെ ഭർത്താവ് സിറാജിൻ അസ്മയുടെ മൃതദേഹത്തിനൊപ്പം നവജാത ശിശുവിനെയും ആംബുലൻസിൽ ഇവിടെ കൊച്ചിയിലേക്ക്, അതായത് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. മറ്റ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ശ്വാസം മുട്ടലുണ്ട് എന്നീ കാര്യങ്ങളായിരുന്നു ആംബുലൻസ് ഡ്രൈവറോട് പോലും ഇയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി ആണ് മൃതദേഹം ഇവിടെ എത്തിച്ചത് എന്നതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്ത് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്. ഒപ്പം തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം രക്തം വാർന്നാണ് എന്നുകൂടി വ്യക്തമാകുമ്പോൾ മതിയായ ചികിത്സ നൽകാത്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളും. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.